Namaskaram എല്ലാവർക്കും. Thank you so much for coming here. First day for sure എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. And we are getting excellent comments, excellent reviews, and entire cast and crew ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കാം. Allow me to introduce all of them. Let me start with the man who rarely appears. നമ്മുടെ interviews ഒന്നും ഇതുവരെയായിട്ട് appear ചെയ്തില്ല. The captain of the ship. Let's hear it for our director, please. Mr. Sanjeev. And then we have a producer, Jay Singh. We have Rasool sir. And of course there's Kishore. There is Kalesh, Merin. At the back we have Aryan, we have Gargi. And we have Grishma. We have Revati, and of course we have Suraj. That's our editor. Revati is the beautiful woman. Our flashback under the gorgeous woman. She is Revati and our editor. So, ningalkulla chodyangal endaanu vechal please go on. We are here. The floor is open for you. So let's start. And of course, Ashwati. ആരാ സ്റ്റാർട്ട് ചെയ്യുന്നത്? വിപിൻ. ആരാ വിപിൻ? വിപിൻ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. വിപിനോ? നിപിൻ. ഓക്കെ, നിപിൻ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് നിപിൻ പ്ലീസ്. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ കണ്ടത് വളരെ നല്ലൊരു സിനിമയായിരുന്നു. ഇങ്ങനൊരു ജോണർ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പാരലൽ മ്യൂസിയം ജോണർ വരുന്നത്. അതിപ്പം ഏറ്റവും ടി വിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗണ്ട് എല്ലാം ഒപ്പത്തിനൊപ്പം എത്ര നാളത്തെ എഫേർട്ടായിരുന്നു ഇങ്ങനെ ഒരു ജോണർ ചെയ്ത് ഇങ്ങനെ ഒരു എഫേർട്ട് ഇട്ട് ഇങ്ങനെ സിനിമ ചെയ്യാമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. ഡയറക്ടറാണ് ഇത് ആക്ച്വലി 2011-10 കൺസീവ് ചെയ്ത സബ്ജക്റ്റ് ആയിരുന്നു. അതിങ്ങനെ ഞാൻ സുലുവായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ഹി വാസ് റെഡി ടു പ്രൊഡ്യൂസ് അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം. പിന്നെ പാൻഡമിക് വന്നു, അങ്ങനെ അത് സ്റ്റക്കായി. ആ സമയത്ത് JD, my dear friend and colleague, I was discussing it with him. He said, let's do this. And he had the balls to come to a market with somebody and come and produce a film and that a movie like this. അങ്ങനെ അതിന്റെ കൺസെപ്ഷൻ തുടങ്ങി. ഓൾസോ കുറച്ച് എക്സ്പീരിയൻസസ് MTV ഒരു ഗേൾസ് നൈറ്റ് നടത്തുന്ന റിയാലിറ്റി സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ. അപ്പൊ അതിന്റെ സമയത്ത് കുറെ റിയൽ ലൈഫ് ഇൻസിഡൻസസ് ഉണ്ടായിരുന്നു ബിഹൈൻഡ് ദ സീൻസ്, പാരനോർമൽ എക്സ്പീരിയൻസ്. അതെല്ലാം നോട്ട് ഔട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ അതെല്ലാം ഇതിനകത്തോട്ട് സാർ ഒരു ഡൗട്ട് തോന്നിയാണ്, എന്തുകൊണ്ടാണ് നാം ഈ കൾച്ചർ ചൂസ് ചെയ്യാൻ കാരണം?